കുറച്ചു മാസങ്ങൾക്കുള്ളിൽ നമുക്ക് പൂർത്തിയാക്കാനുള്ളത് അനവധി സ്വപ്നങ്ങളാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗം എന്ന നിലയിൽ കൂടെ ഞാനുമുണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച രത്നകുമാരിക്ക് അഭിനന്ദനങ്ങൾ. ഇത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയുടെ വാക്കുകളാണ്. ഫേസ്ബുക്കിലൂടെയാണ് രത്നകുമാരിയെ അഭിനന്ദിച്ച് പി ദിവ്യ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത്. സത്യം പറഞ്ഞാൽ വളരെ വേദന തോന്നിയത് കണ്ടിട്ട്. ശരിക്കും പുതുതായി ആ സ്ഥാനത്തേക്ക് വന്ന ഒരാളെ അഭിനന്ദിക്കുന്നതും അവർക്ക് വേണ്ട ആശംസകൾ നൽകുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ പി ദിവ്യയുടെ നാവിൽ നിന്ന് സ്വപ്നങ്ങളെക്കുറിച്ചും അത് നേടിയെടുക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്നതിനെക്കുറിച്ചുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ കുറിക്കുന്നത് കാണുമ്പോൾ, എത്രമാത്രം മനുഷ്യത്വമില്ലാത്ത ഒരു സ്ത്രീയാണ് ഇവർ. ആ കഥകളൊക്കെ മറന്നു നിന്നുകൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ അടുത്ത സ്ഥാനത്തേക്ക് വന്ന ആളെ അഭിനന്ദിക്കുന്നു. ഇതൊന്നും ഈ നാട്ടിൽ ആരും കാണുമെന്ന് പി ദിവ്യ മനസ്സിലാക്കുന്നില്ലേ? ശരിക്കും പി ദിവ്യ വെള്ളപൂശാൻ എന്ന മട്ടിൽ അതിൻ്റെ താഴെ ഒരുപാട് സഖാക്കന്മാർ വന്ന് കമൻ്റ് ഇടുന്നുണ്ട്. അവർ പറയുന്നത് ഇതൊക്കെ ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രം. അഴിമതിക്കെതിരെ ദിവ്യ ശബ്ദമുയർത്തി, അത് വളരെ നന്നായി, ഇതൊക്കെ മാറും. എന്തിൻ്റെ പേരിലായാലും ഇനിയിപ്പോൾ നമ്മുടെ മരിച്ചുപോയ നവീൻ ബാബു, അദ്ദേഹം ADM നവീൻ ബാബു അത്തരത്തിലൊരു കുറ്റത്തിന് പാത്രമായി എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു വ്യക്തിയെ വിധിക്കാനുള്ള ഒരു അവകാശം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ പി ദിവ്യയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതെല്ലാം നമ്മൾ പലതവണ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷയത്തിൽ യാതൊരു തീർപ്പ് കൽപ്പിക്കാതെ ഇരിക്കുന്ന ഈ ഒരു അവസരത്തിൽ അടുത്ത ആളെ നമുക്ക് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞ് പി ദിവ്യ അനുമോദിച്ചത്, അഭിനന്ദിച്ചത് ശരിയായില്ല. ഒരു ജീവിതത്തിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ, 2 പെൺകുഞ്ഞുങ്ങളുടെ, ഒരു അമ്മയുടെ, ഭാര്യയുടെ ഒക്കെ സ്വപ്നങ്ങൾ തല്ലി തകർത്തിട്ടാണ്, തൻ്റെ വാക്കുകളിലൂടെ തല്ലി തകർത്തിട്ടാണ് പി ദിവ്യ ഇത് ചെയ്തിരിക്കുന്നത്. പി ദിവ്യ ഇത്തരത്തിൽ അടുത്ത സ്ഥാനക്കാരി, ആ സ്ഥാനത്ത് വന്ന, തനിക്ക് പകരക്കാരിയായി വീണ്ടും വന്ന ആ വ്യക്തിയെ അഭിനന്ദിച്ചിരിക്കുന്നത്. പേഴ്സണലി അഭിനന്ദിക്കാം, ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഭിനന്ദിക്കുമ്പോൾ എനിക്കിതിലൊന്നും യാതൊരു ചുക്കുമില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം തന്നെയാണ് പി ദിവ്യ. സഖാക്കന്മാർക്ക് എപ്പോഴുമുള്ള ആ ഒരു സ്വതസിദ്ധമായ ധാർഷ്ട്യം തന്നെയാണ് പി ദിവ്യ തൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാണിച്ചിരിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ തരമില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഞാനും ഒരുപാട് സ്ത്രീകളുമൊക്കെ ആ കുടുംബത്തിൻ്റെ, മഞ്ജുഷ എന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ വേദന കണ്ട്, ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ വേദന കണ്ട് വേദനിച്ചവരാണ്. അവർക്കൊന്നും ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ ഒരു അവസരത്തിൽ ഈ അഭിനന്ദനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് മാത്രം ചിന്തിക്കുക. പേഴ്സണലി ഫോണിലൂടെ വിളിച്ച് സംസാരിക്കാം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള ഈ അഭിനന്ദന പ്രകടനം നിങ്ങളാരും എന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം തന്നെയാണ്. എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പറയാം. കണ്ണൂർ ജില്ലയ്ക്ക് അഭിമാനിക്കാൻ 4 വർഷം കൊണ്ട് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടത്രേ. കണ്ണൂരിൽ ഇനി പല പദ്ധതികളും പൂർത്തിയാകാനുണ്ട് എന്നും ദിവ്യ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് പോകാം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട രത്നകുമാരിക്ക് അഭിനന്ദനങ്ങൾ. നമ്മുടെ ഭരണസമിതി 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ്മയും സൗഹാർദ്ദവുമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിജയം. കണ്ണൂരിലെ ജനതയ്ക്ക് അഭിമാനിക്കാൻ ഈ 4 വർഷം കൊണ്ട് നാം നേടിയ നേട്ടങ്ങൾ നിരവധിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള 1ാം സ്ഥാനം, സ്വരാജ് ട്രോഫി ഉൾപ്പെടെ 4 സംസ്ഥാന അവാർഡുകൾ, 1500 പുസ്തകങ്ങൾ ഒരു വേദിയിൽ പ്രകാശനം ചെയ്തുകൊണ്ട് ലോക റെക്കോർഡ് സ്വന്തമാക്കി. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ 4 വർഷം മുൻപ് പ്രതിദിനം 800 പേരായിരുന്നു ചികിത്സ തേടി എത്തിയിരുന്നത് എങ്കിൽ ഇന്നത് 3500-ലേറെയായി ഉയർന്നിരിക്കുന്നു. കാഴ്ചപരിമിതിയുള്ള സഹോദരങ്ങൾക്ക് പ്രസിദ്ധമായ സാഹിത്യകൃതികൾ ബ്രെയിലി ലിപിയിൽ വായിക്കാൻ 10 പുസ്തകങ്ങൾ തയ്യാറായി കഴിഞ്ഞു. കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിലും ഹോമിയോ ആശുപത്രിയിലും ഉണ്ടായ മാറ്റങ്ങൾ അഭിമാനകരമാണ്. സ്മൈൽ പദ്ധതിയിലൂടെ കഴിഞ്ഞ 3 വർഷം SSLC പരീക്ഷാ ഫലം വന്നപ്പോൾ കണ്ണൂരിന്റെ സ്ഥാനം 1ാമതാണ്. ഓർത്തെടുക്കുമ്പോൾ അനേകം നേട്ടങ്ങൾ നമുക്കുണ്ട്. പൂർത്തിയാക്കാൻ ചിലതുണ്ട്. സ്ത്രീ പദവി പഠനം രാജ്യത്ത് ആദ്യമാണ് ഒരു ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളെയും ചേർത്ത് പിടിച്ച് ജില്ലയുടെ റിപ്പോർട്ട് തയ്യാറാകുന്നത്. പൂർത്തിയാക്കണം. സ്മാർട്ട് ഐ പദ്ധതിയിലൂടെ 1500 CCTV ക്യാമറകൾ അതിവേഗം കൺതുറക്കണം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സെക്കൻഡറി ജില്ലയാവണം. വിവരസഞ്ചയികയിലൂടെ സമ്പൂർണ്ണ വിവരശേഖരണം പൂർത്തിയാക്കണം. ജില്ലാ ആശുപത്രിയിൽ MRI സ്കാനിംഗ് ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കണം. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ നമുക്ക് പൂർത്തിയാക്കാനുള്ളത് അനവധി സ്വപ്നങ്ങളാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗം എന്ന നിലയിൽ കൂടെ ഞാനുമുണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ. അതിമഹത്തായ ചരിത്ര പാരമ്പര്യമുള്ള മണ്ണാണ് നമ്മുടേത്. ചെറുശ്ശേരിയുടെ തൂലിക സഞ്ചരിച്ച കേസരിയുടെ ആദ്യ കഥ പിറന്ന ഇന്ദുലേഖയിലൂടെ ചിന്തയുടെ വെളിച്ചം പകർന്ന പഴശ്ശിയുടെ പോരാട്ടങ്ങൾക്ക് ഊർജ്ജമേകിയ AKG അഴിക്കോടനും നായനാരും K കരുണാകരനും ഉൾപ്പെടുന്ന നിരവധി ജനനേതാക്കൾക്ക് ജന്മം
ജന്മം നൽകിയ കലയുടെ, കൈത്തറിയുടെ, തിറയുടെ ഈ നാടിനെ നമുക്ക് ഇനിയുമേറെ ഉയരത്തിലെത്തിക്കണം. കഴിഞ്ഞ 3 വർഷവും 10 മാസവും കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കവേ എനിക്ക് പിന്തുണ നൽകി കൂടെ നിന്ന ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, ഉദ്യോഗസ്ഥർ, മാധ്യമ സുഹൃത്തുക്കൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ എല്ലാവർക്കും എൻ്റെ നന്ദി. പി ദിവ്യ, മുൻ പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ കുറിപ്പിന്റെ താഴെ ദിവ്യയെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളൊന്നും അധികമില്ല. അതെന്തുകൊണ്ടാണ് എന്ന് അറിയുന്നില്ല. എന്തായാലും ഇത്തരത്തിലൊരാൾക്ക് മറ്റൊരാളെ അഭിനന്ദിക്കാനുള്ള അവകാശമുണ്ട്. അതെല്ലാം അവരവരുടെ റൈറ്റ്സ് തന്നെയാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇത്രയും പബ്ലിക്കായിട്ട് കണ്ണൂരിൻ്റെ വികസന നേട്ടങ്ങൾ, താനിരുന്നപ്പോൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ, അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ പൊക്കി തന്നെ ബൂസ്റ്റ് ചെയ്ത് ഒരു പോസ്റ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഒരു ചെറുവാചകത്തിൽ അഭിനന്ദനങ്ങൾ എന്നായിരുന്നാലും മതി. അവിടെ സ്വപ്നത്തെക്കുറിച്ചും മറ്റുമൊക്കെ പറയേണ്ടിയിരുന്നു എന്നുള്ള ചോദ്യവും ഇപ്പോൾ പ്രസക്തമാണ് എന്ന് തോന്നുന്നു. എന്തായാലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്തരത്തിലൊരു പ്രതികരണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അഭിനന്ദന പ്രകടനം ആവശ്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.